ഹായ്, ഇന്ന് നമ്മൾ മട്ടൺ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ തേങ്ങാപ്പാലിലാണ് അത് ഉണ്ടാക്കുന്നത്. ഇത് 3/4 കിലോ മട്ടനാണ്. നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് കഴുകി വെള്ളം വാലാൻ വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഇന്നൊരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 ചെറിയ ഏലക്ക, 3 ഗ്രാമ്പു, 2 ചെറിയ പീസ് പട്ട, ഒരു 6 കിസ്മിസ് ഇട്ട് കൊടുക്കാം. 10 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു സവോള, ഒരു കുടം വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 6 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. മസാലയെല്ലാം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. 10 കാഷ്യൂ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. നമുക്കിനി ഇത് പേസ്റ്റ് ആക്കാനാണ്. സ്റ്റൂവിന്റെ പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും ചേർക്കാറില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിന് പച്ചമുളകും കുരുമുളകിന്റെയും എരിവ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. സവോളയൊക്കെ ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളകിന്റെ കുത്തമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മട്ടൺ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ല ആവി വരുന്നോളം വരെ. മസാലയെല്ലാം മട്ടണുമായിട്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. മട്ടൻ്റെ നെകക്കെ തന്നെ 2ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് അതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യണം. ഇനി ഇതിലോട്ട് 1 ക്യാരറ്റ് ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തത്, 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തത്. അത് വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ ആ കളറ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. 1 വിസില്. ഇവിടുത്തെ മട്ടണൊന്നും വലിയ വേവില്ല, ഒറ്റ വിസിലും മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി എയർ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എയർ പോയി 1 വിസിലടിച്ച് എയർ പോയി മട്ടനാണ് നല്ലതായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. നമുക്കിനിയും വേണേ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നമ്മൾ ഈ തവിയുടെ ബാക്ക് സൈഡും കൊണ്ട് നമുക്കിങ്ങനെ ഉടച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങ് എല്ലാം ഒന്നും വേണ്ട, 2-3 എണ്ണം നമുക്ക് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ കാഷ്യൂ പേസ്റ്റ് ആക്കിയതാണ്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. കറി ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 ഗ്ലാസ് തേങ്ങാപ്പാൽ, തനിപ്പാലാണ്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കല്ലേ, സ്റ്റൗ ഓഫ് ചെയ്യും. ഇപ്പം നമ്മുടെ കറി കണ്ട നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമ്മൾ 1 മണിക്കൂർ മുമ്പെങ്കിലും ഇത് ഉണ്ടാക്കി വെക്കണം. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇത് ഇച്ചിരിയും കൂടെ നല്ല തിക്കാകും. ഇത് അപ്പം ബ്രെഡിന്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നമ്മുടെ മട്ടൺ സ്റ്റൂ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് അപ്പത്തിന്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. നമുക്ക് ഇനി ഇത് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിൽ കല്യാണത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നത് ഒരു ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു, ബൈ ബൈ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.